ഇപ്പോൾ സിറിയയിലെ പ്രധാന നഗരമായ അലപ്പോ വിമത സൈന്യം കീഴടക്കി. അപ്പോൾ ഇടയ്ക്ക് റഷ്യൻ സൈന്യം ഉക്രൈനിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് വന്ന് വിമാനത്തിൽ ആക്രമണം നടത്തുമെന്നേ കരുതിയുള്ളൂ. പക്ഷേ ഇപ്പോൾ റഷ്യയുടെ വലിയൊരു സേന സിറിയയിലുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ശരിയാണത്? ശരിയാണ്. അത് പലരെയും അത്ഭുതപ്പെടുത്തി. 60,000 റഷ്യൻ പട്ടാളം സിറിയയിലുണ്ട്. സിറിയയിലെ ഒരു പോർട്ട്, ഒരു തുറമുഖം അവരുടെ കയ്യിലുണ്ട്. ഇത് ഇപ്പോൾ അൺഫോൾഡ് ചെയ്ത് വന്നിരിക്കുന്ന ചിത്രം എന്താണെന്ന് വെച്ചാൽ, റഷ്യ എന്തിന് ഉക്രൈനെ ആക്രമിച്ചു? അതിന് കൃത്യമായ ഒരു ഉത്തരം ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഉത്തരം മനസ്സിലാവുന്നു. റഷ്യയുടെ തുറമുഖങ്ങൾ ഒരു വർഷം കുറേ അധികം മാസങ്ങൾ അടഞ്ഞു കിടക്കും. മഞ്ഞ് മൂടി -25, -40 ഡിഗ്രിയിലൊക്കെ പോകും. ഒരു തുറമുഖവും പ്രവർത്തിക്കാൻ പറ്റില്ല. ആ ടെമ്പറേച്ചർ കംപ്ലീറ്റ് മഞ്ഞ് കട്ടയായി പോകില്ലേ. അപ്പോൾ വാം വാട്ടർ പോർട്ട്, അതായത് 12 മാസവും വെള്ളമായിട്ട് നമ്മളെ കൊച്ചിയൊക്കെ പോലെയുള്ള പോർട്ട്, ഒരിക്കലും തണുപ്പൊക്കെ ഉണ്ടാവും പക്ഷേ ഐസാവില്ല. ഇതുപോലത്തെ ഒരു പോർട്ടെങ്കിലും വേണം. അത് ആദ്യം റഷ്യ സംഘടിപ്പിച്ചത് ഈ സിറിയയിലാണ്. സിറിയയുടെ തീരത്തെ ഒരു പോർട്ട് റഷ്യ നയതന്ത്രം ഉപയോഗിച്ചും ബലം പ്രയോഗിച്ചും എല്ലാം സിറിയ ഈ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടായിട്ട് നിൽക്കുകയാണല്ലോ. കഴിഞ്ഞ 10-20 വർഷമായിട്ട് സിറിയയിൽ ആരാ ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഒരുപാട് ഗ്രൂപ്പുകൾ, വഴക്കുകൾ, വെടി, പടക്കം, ഇങ്ങനെയൊക്കെ ആയിട്ട്. അത് നമ്മുടെ ആൾക്കാർക്ക് സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള സ്ഥലമാണ് സിറിയ. സിറിയയിൽ പോയി ആട് മേയ്ക്കുക, അവിടെ നിന്ന് നേരെ പടച്ചോൻ കൊണ്ടുപോകും എന്നാണല്ലോ ഇവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരെ വെടിവെക്കുന്ന ആർക്കും നിവൃത്തിയില്ല. SDF, സിറിയൻ ഡിഫൻസ് ഫോഴ്സ്, കുർദിഷ് വിപ്ലവകാരികൾ, അതുകൂടാതെ HTS, അതിൻ്റെ ലോങ് ഫോം ഞാൻ രാവിലെ ഒരു 100 തവണ കാണാതെ പഠിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഹയാത്ത്, ഇതൊക്കെ കുറേ അറബിക് വാക്കുകൾ വെച്ച് HTS എന്നാണ്. ഈ പത്രക്കാർക്ക് പോലും സ്ഥലം മെനക്കെടുത്താൻ കഴിയില്ലായിട്ട് അവർ HTS എന്നാണ് എഴുതുന്നത്. അപ്പോൾ ആ ഒരു സാധനം. പിന്നെ ഹിസ്ബുള്ള, ഇറാഖിലെ വിമതർ, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നാശപൂശമായിട്ട് അസാദ് എന്ന് പറഞ്ഞ ഒരുത്തനെ ഈ റഷ്യയും ഇറാനും ചേർന്ന് പിന്തുണച്ച് അവിടെ ഭരണാധികാരിയായിട്ട് വെച്ചു. അയാളുടെ അസാദ് എന്ന് പറയുന്ന അവരുടെ പേരിൻ്റെ അവസാനത്തെ വാക്കാണ് അസാദ്. അതിന് മുമ്പ് ഈ പറഞ്ഞ കുറേ ഇടാകൂടമുണ്ട് എനിക്ക്. അപ്പോൾ അസാദ്. ഇതിനിടയ്ക്കാണ് ഈ HTSന് പ്രാന്തളകി പോലെ ഇവർ വടക്കുന്ന് അടിക്കാൻ തുടങ്ങി. അടിച്ച് ഇവർ അലപ്പോ നഗരം കീഴടക്കി. അതിനപ്പുറത്തേക്ക് ഹമ എന്ന് പറഞ്ഞ് ഇങ്ങനെ തെക്കോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം ഡമാസ്കസിന് അടുത്തെത്തി. ഡമാസ്കസാണ് സിറിയയുടെ തലസ്ഥാനം. അപ്പോൾ ഇവരെ തടുക്കാനായിട്ട് ഇറാൻ ഹിസ്ബുള്ളയെ നിയോഗിച്ചു. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഹിസ്ബുള്ള എന്തുകൊണ്ട് ധൃതി പിടിച്ച് ഇസ്രായേലുമായിട്ട് ഒരു വെടിനിർത്തൽ കരാറുണ്ടാക്കി. പെട്ടെന്നായിരുന്നല്ലോ അത്. ആരും പ്രതീക്ഷിച്ചില്ല. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വെടിനിർത്തലായി. വെടിനിർത്തലിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ അടിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹിസ്ബുള്ളയെ അങ്ങോട്ട് നിയോഗിക്കണം. ഇവിടെ ലെബനൻ അതിർത്തിയിൽ കിടന്നിട്ട് ഇസ്രായേലുമായിട്ട് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സിറിയയിൽ നമ്മുടെ മെയിൻ ആളിനെ ആര് രക്ഷിക്കും? അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു വെടിനിർത്തൽ നടത്തിയിട്ട് അവിടെ പോയി അവരുമായിട്ട് യുദ്ധം ചെയ്യുക. ഹിസ്ബുള്ള ഇപ്പോൾ സിറിയയിലേക്ക് പോയി. ഇസ്രായേലിന് സമാധാനമായി. ഫലത്തിൽ സംഭവിച്ചത് എന്താ? ഇറാൻ ഇസ്രായേലിനെ സഹായിക്കുന്നു ഹിസ്ബുള്ളയെ വിഡ്രോ ചെയ്യുന്നതിലൂടെ. നോക്കണേ ലോകത്തിൻ്റെ ഒരു പോക്ക്. ഇന്നലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചവൻ ഇന്ന് ഫലത്തിൽ അവനെ സഹായിക്കുന്നു. ഇസ്രായേലിനോട് ഇപ്പോൾ ചോദിക്കാൻ ആരുമില്ല. ഇസ്രായേൽ ഹമാസിൻ്റെ ബാക്കിയുള്ളവരെ ഇട്ട് അവിടെ അടിച്ച് എൻ്റെ അമ്മോ എന്തൊരു വെടിയും പടക്കമാണെന്നറിയാമോ ഗസയിൽ. ചോദിക്കാൻ പറയാൻ ആരുമില്ല. ആരുമില്ല. മീഡിയ വൺ പോലുമില്ല. അതാ എനിക്ക് കഷ്ടം. മറ്റാരുമില്ലെങ്കിലും എല്ലാ മരുന്നും ഫലിക്കാതെ ആകുമ്പോൾ കാളൻ നല്ലായി എന്ന് പറയുമല്ലോ. അതുപോലെ മറ്റാരും ഇടപെട്ടില്ലെങ്കിലും മീഡിയ വൺ ഇടപെടേണ്ടതാണ്. അവരും ഇടപെടുന്നില്ല. അവരും വിട്ടു ഗാസയെ. എത്ര ദിവസം ഈ ഗാസ എന്തൊരടി. അങ്ങനെയാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ആ സ്ഥിതിയായി.
എല്ലാവരും കൂടെ സിറിയയിലേക്ക് പോയി. ഇതിൻ്റെ വേറൊരു ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോ ബൈഡൻ പോകുന്നതിന് മുമ്പ് ഭൂലോകത്ത് മുഴുവൻ തീ വെച്ചുകൊണ്ടിരിക്കുകയാണ്. വയ്ക്കാവുന്നിടത്തെല്ലാം അയാൾ തീ വയ്ക്കുന്നു. ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, ട്രംപ് 4 വർഷമാണല്ലോ അധികാരപരിധി, ഈ 4 വർഷം ഈ തീ കെടുത്താനേ ഇങ്ങർക്ക് നേരെ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴത്തേക്ക് 4 വർഷം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഡെമോക്രാറ്റ്സ് അധികാരത്തിൽ വരും. ഇതാണെന്ന് തോന്നുന്നു ജോ ബൈഡൻ്റെ കണക്കൂട്ടിൽ. അല്ലെങ്കിൽ ഇങ്ങനെ തീയിടേണ്ട കാര്യം ഞാൻ കാണുന്നില്ല. ഉക്രൈനിൽ തീ, ഉക്രൈനെ റഷ്യ ആക്രമിച്ചു. യൂറോപ്പിന് എന്താ കാര്യം ഉക്രൈനിൽ പോയി തലവയ്ക്കാൻ? ഇതിന് ഉള്ളിൽ സട്ടിലായിട്ട് സഭാതർക്കമുണ്ട്, അറിയാം. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചുകാരാണ് റഷ്യക്കാർ, വെസ്റ്റേൺ ചർച്ചാണ് യൂറോപ്പിൻ്റെ. അല്ലെങ്കിൽ സിനിജി ആലോചിച്ച് നോക്കുക, റഷ്യയ്ക്ക് ചേർന്ന് കിടക്കുന്നതാണ് പോളണ്ട്, നമ്മുടെ തൊട്ടടുത്ത രാജ്യം ഏതാണിപ്പോൾ, പഴയ ചെക്കോസ്ലോവാക്യയുടെ ഇത്, ജർമ്മനി. ഇവർക്കൊക്കെ റഷ്യയുമായിട്ടാണ് അടുപ്പം. അമേരിക്കയുമായിട്ട് എന്താ അടുപ്പം ഇവർക്ക്? അമേരിക്ക എത്ര ദൂരെ കിടക്കുന്നു, കടലുമൊക്കെ കിടന്നിട്ട്. ബട്ട് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വെസ്റ്റേൺ ചർച്ചിൻ്റെ ആൾക്കാരാണ്, യൂറോപ്യന്മാർ. റഷ്യ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചാണ് റഷ്യ. ആ ശത്രുതയാണ് ഈ നാറ്റോ വേഴ്സസ് റഷ്യ ആയിട്ടൊക്കെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിലെ സംഭവം ഇതാണ്. കാരണം നമ്മൾ തൊട്ടയൽവക്കത്തുള്ളവനുമായിട്ട് കൂട്ടുകൂടാതെ 1 കിലോമീറ്റർ അകലെയുള്ളവനുമായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടുകൂടുകയും അവൻ്റെ നിന്ന് ആയുധം മേടിക്കുകയും അവന് ആയുധം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അയൽവക്കത്തുകാരനുമായിട്ട് നമ്മൾ വഴക്കും. ഇത് അതിനൊരു കാരണം എന്തെങ്കിലും വേണ്ടേ? ഈ സാധനത്തിന് കാരണമില്ല. പോളണ്ട് റഷ്യയുമായിട്ട് ഉടക്കി നിൽക്കേണ്ട ഒരു കാരണവുമില്ല. പോളണ്ട് റഷ്യയുടെ കീഴിലായിരുന്നു, പോളണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ. അങ്ങനെയൊക്കെയുള്ളവർക്ക് ശരി, വേറെ രാജ്യമായി ശത്രുതയുടെ ആവശ്യം എന്താ? ഇതിൻ്റെ അടിയിൽ ഇതാണ് ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ അടിയിൽ ഇത് കിടക്കുന്നത് കാണാം. ഇസ്രായേലിലെ പ്രശ്നം ജൂതനും മുസ്ലിമും തമ്മിലുള്ള സിവിലൈസേഷണൽ ക്ലാഷാണ്. ഭാരതത്തിൽ നടക്കുന്നത് സിവിലൈസേഷണൽ ക്ലാഷാണ്. ഇപ്പോൾ ഇത് പറഞ്ഞില്ലേ, രാമജന്മഭൂമി, വാരാണസി, കൃഷ്ണജന്മഭൂമി, സമ്പൽ ഹരിഹർ മഹാക്ഷേത്രം, ഇപ്പോൾ വരാൻ പോകുന്ന അജ്മീർ ദർഗാ പ്രശ്നം, ഇതെല്ലാം സിവിലൈസേഷണൽ പ്രശ്നമാണ്. ഇതുകൊണ്ടാണ് ഇത് തീരാതെ കിടക്കുന്നത്. നിങ്ങൾ പാർലമെൻറ്റിലെ ഒരു ആക്ട്, അത് ഇത് മുനിസിപ്പൽ കോടതി എന്നൊന്നും പറഞ്ഞാൽ സിവിലൈസേഷൻ ഇഷ്യൂസ് തീരില്ല. ആ ഇഷ്യൂസാണ് ഇവിടെ എല്ലാം കിടന്ന് കളിക്കുന്നത്. ഇസ്ലാമിലും ഷിയ സുന്നി ബേസിക് 2 വിഭാഗങ്ങളുടെ വഴക്ക് വളരെ ഭീകരമായ വഴക്കാണ്. ഗൾഫ് ശാന്തമായിട്ടിരിക്കുന്നത് ഈ ഏകാധിപതികളായതുകൊണ്ടാണ്. UAE ആണെങ്കിലും ദുബായ് ആണെങ്കിലും ഒമാൻ, സൗദി അറേബ്യ ഒക്കെ ഫൈനൽ തീരുമാനം ഒറ്റ മനുഷ്യൻ്റെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആർബിട്രറി പവർ വെച്ച് മറ്റുള്ളവരെ അടിച്ചൊതുക്കി സമാധാനമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു അവർ. അത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അവിടെ ഇഷ്ടം പോലെ ആളുണ്ട് കേട്ടോ. അവർ നിരന്തര ജാഗ്രതയിലാണ് സൗദി അറേബ്യയൊക്കെ. IS പറ്റി സൗദി അറേബ്യ ഒന്നും മിണ്ടില്ല. മിണ്ടിയാൽ ആ കുന്തത്തലയിൽ നല്ലതും ചീത്തയും പറയാൻ പാടില്ല. സൗദി അറേബ്യ അക്ഷരം മിണ്ടില്ല IS പറ്റി. അതേസമയം സിറിയ നശിച്ചു പോകാൻ കാര്യം ഇതാണ്. IS 2 കഷ്ണം, അൽ ഖയ്ദയുടെ 3 കഷ്ണം, കുർദിഷ് വിഭാഗം, ഇറാഖിലെ വിമതന്മാർ, സിറിയയിലെ തന്നെ വിമതന്മാർ, സിറിയൻ ഡിഫൻസ് ഫോഴ്സ്, ഹിസ്ബുള്ള, എത്ര എണ്ണമാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ മൊത്തം ജോ ബൈഡൻ എവിടെയെല്ലാം എന്തെല്ലാം കോൺഫ്ലിക്റ്റ് ഉണ്ടോ അതെല്ലാം പുറത്ത് കൊണ്ടുവരാൻ, അവരൊക്കെ തമ്മിൽ തല്ലിക്കാൻ ജോ ബൈഡൻ പ്ലാൻ ചെയ്തു. ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അതാ ചെയ്യുന്നത്. ജാതി സെൻസസ് വേണം, അദാനിയെ അറസ്റ്റ് ചെയ്യണം, ഭരണഘടന ചർച്ച ചെയ്യണം, അത് ഇതെന്ന് ഇത് തന്നെ ജോ ബൈഡൻ്റെ കയ്യിലെ കളിപ്പാവയായിട്ട് രാഹുൽ കളിക്കുന്നു. ബട്ട് ഇവിടെ നടക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇടയിൽ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ വൈരുദ്ധ്യങ്ങളില്ല. ഞാനും സിനിജയും തമ്മിൽ വൈരുദ്ധ്യമില്ല, വൈവിധ്യമേ ഉള്ളൂ. ഞാനിടുന്ന ഷർട്ട് ഇങ്ങനത്തത്, സിനിജി ഇടുന്ന ഷർട്ട് വേറെ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം വേറെ,
സിനജി കഴിക്കുന്ന ഭക്ഷണം ഇത് രണ്ടും നമുക്കറിയാം. ഇത് വഴക്കിൻ്റെ ഒരു കാരണമല്ല, രണ്ടുപേരുടെയും വൈവിധ്യമാണ്. ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ജീവിതം ആഘോഷിക്കുന്നു, സിനജിയുടെ ജീവിതം ആഘോഷിക്കുന്നു, നമ്മൾ തമ്മിൽ പ്രശ്നം വേണ്ട. ഈ ഒരു ധാരണ പണ്ട് മുതലേ ഭാരതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഭാരതം ഒന്നായിട്ടിങ്ങനെ കിടക്കുന്നത്. പൊളിറ്റിക്കൽ യൂണിറ്റ് അല്ലാത്തപ്പോൾ പോലും ആളുകൾ കാശിയിൽ തീർത്ഥാടനത്തിൽ പോകും അല്ലേ? അതെ. തിരുവിതാംകൂറും കൊച്ചിയും അതൊക്കെ രാജാക്കന്മാരുടെ തിരുവിതാംകൂർ, കൊച്ചി നാട്ടുകാർക്ക് എന്താ? തിരുവിതാംകൂറിലുള്ള ആൾ ഗുരുവായൂർ പോകും, ഗുരുവായൂരിലുള്ള ആൾ ശബരിമലയ്ക്ക് പോകും, കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്കാണ് ഈ പോകുന്നത്. പാസ്പോർട്ടുണ്ടോ വല്ലതും ഉണ്ടോ? അതൊന്നും ജനങ്ങൾക്കതൊന്നും ബാധകമൊന്നും. ഈ രീതിയിൽ നമ്മൾ തമ്മിലൊരു സാംസ്കാരികമായ ഐക്യമുണ്ടായിരുന്നു, ക്ലാഷില്ല. ആ ക്ലാഷ് ഉണ്ടാക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തെയും സിറിയെ പോലെ ആക്കാനൊക്കെ ശ്രമിക്കുന്നു. ഏതായാലും അതിലൊക്കെ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ബട്ട് സിറിയയുടെ കാര്യം മഹാകഷ്ടമാണ് ഇപ്പോൾ. പക്ഷേ റഷ്യ എന്തിനാണ് ഈ സിറിയയിൽ ഇങ്ങനെ ഒളിച്ച് അല്ലെ അവരുടെ സൈനികരുണ്ടെന്ന് പുറത്തു വിടാതെ വെച്ചുകൊണ്ടിരുന്നത്? തലവേദന വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. കാരണം അവരുടെ താല്പര്യം അവർക്ക് പോർട്ട് വേണം, തുറമുഖം വേണം എന്നുള്ളതാണ് റഷ്യക്ക്. അവരുടെ തുറമുഖത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല. ആ പ്രശ്നത്തിന് പരിഹാരമില്ല, അത് പ്രകൃതി അങ്ങനെയാണ്. യുക്രൈൻ പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെ വാം വാട്ടർ പോർട്ട് യുക്രൈനിലേക്ക് പോയി. 191 ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ടായിരുന്നു യുക്രൈനിൽ. ആ വാർഹെഡ് റഷ്യ തിരിച്ചു മേടിച്ചു, എന്നിട്ടാണ് യുക്രൈന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. ബട്ട് പോർട്ടിന് എന്ത് ചെയ്യും? ന്യൂക്ലിയർ വാർഹെഡ് തിരിച്ച് വണ്ടിയിൽ കയറ്റി അങ്ങോട്ട് വിടാം. തുറമുഖം വണ്ടി കയറ്റി വിടാൻ പറ്റില്ലല്ലോ. പിന്നെ അതിങ്ങനെ ഒരു പ്രശ്നമായിട്ട് റഷ്യക്ക് നിന്നു. ഇപ്പോൾ റഷ്യക്ക് യുക്രൈൻ ആക്രമിച്ചതിന് ശേഷം ഒരു വാട്ടർ പോർട്ട് കിട്ടി യുക്രൈനിലെ. അതുകൊണ്ടാണ് യുക്രൈനിലൊരല്പം പ്രഷർ കുറച്ചു അവർ. പക്ഷേ ഈ വിമത സൈന്യം വീണ്ടും ഡമാസ്കസിലേക്ക് വന്നു കഴിഞ്ഞാൽ വിമത സൈന്യം അവിടെ പിടിച്ചെടുക്കില്ലേ? അപ്പോൾ റഷ്യയുടെ ആധിപത്യം നഷ്ടപ്പെടുകയല്ലേ ഈ പറയുന്ന സിറിയയിൽ? ഇല്ല, അത് റഷ്യ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് റഷ്യയും ഇറാനും ചേർന്നിട്ട് ഈ HTSനെ തടയുന്നത്. ഇറാനും അവിടെ സ്റ്റേക്കുണ്ട്. ഇസ്രായേലിനെ വിട്ടു ഇറാൻ. നമ്മൾ തമ്മിലുള്ള കണക്ക് പിന്നെ തീർക്കാൻ ചേട്ടാ. അപ്പം നെതന്യാഹും പറഞ്ഞു, ഞാനും ഒന്നും നടുവ് നിർത്തിട്ട് കുറേ നാളായി താനുമായിട്ട് ഇടികൂടി വിഷമിച്ചു. അപ്പോൾ അങ്ങനെ നെതന്യാഹു കുഴമ്പൊക്കെ തേച്ച് കുളിക്കാനൊക്കെ പോയിരിക്കുകയാണ്. ഇറാനാണെങ്കിൽ സിറിയയിൽ ഡിഫെൻഡ് ചെയ്യും. ഇതിനിടയ്ക്ക് മറ്റേ കാരണവരുണ്ടോ ഇല്ലെന്ന് ആർക്കും അറിയാൻ മേല. ആര്? ഖമനേയി. ചിലപ്പോൾ ഈ വിമതരെ പൊക്കിക്കൊണ്ട് വരുന്നത് അമേരിക്ക കൂടാതെ തുർക്കിയില്ല. ഇപ്പോൾ എർദോഗൻ്റെ ചില ലക്ഷ്യങ്ങൾ, എർദോഗനാണ് 6 മാസമായിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്. അതെന്തിനാണ്? അത് ഈ എർദോഗൻ ഒരു മാവറിക്കാണ്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഭ്രാന്തനാണ്, അരക്കിറിക്കെന്നൊക്കെ പറയുന്നത്. വരാൻ പോകുന്ന ലോകം നിൻ്റെയാണെന്നൊക്കെ അമേരിക്കക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എർദോഗൻ അതങ്ങ് വിശ്വസിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? തുർക്കിക്കൊരു ഒരു പ്രിൻസിപ്പിളൊന്നുമില്ല തുർക്കിക്ക്. ഈ അവൻ ഖലീഫയാണ്, ലോകം മുഴുവൻ എൻ്റെ കീഴിൽ വരാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ എർദോഗൻ അങ്ങ് വിശ്വസിക്കും. കുറേ പേരെ കൊല്ലും, എന്തും ചെയ്യും. അങ്ങനത്തെ ഒരു ടീമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ജോ ബൈഡൻ ഇവരൊക്കെ വഴിക്ക് വേണ്ടവരും വേണ്ടാത്തവരെയും ചിലപ്പോൾ അവരുടെ കൂടെ നിൽക്കും, ചിലപ്പോൾ അവർക്കെതിരായിട്ട് നിൽക്കും. അവനും ആയുധം കൊടുക്കും, ഇവനും ആയുധം കൊടുക്കും, രണ്ടുപേരുടെ നിന്ന് കാശ് വാങ്ങും. ഇതൊക്കെ ജോ ബൈഡൻ ധൃതി വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ട്രംപ് വരുന്നതോടുകൂടി ഈ പറയുന്ന സിറിയയിലെ പ്രശ്നം തീരുമോ? 20-ാം തീയതി അധികാരമേറ്റ തീരുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ട്രംപിന് എന്താ ഇത്ര താല്പര്യം? ട്രംപും വിചാരിക്കുക അവിടെ കിടന്ന് അടിച്ചോട്ടെ മരുന്ന് വിചാരിച്ചാൽ. കാരണം അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് വരുമാനം വേണം. അത് ജോ ബൈഡൻ ഭരിച്ചാലും വേണം, ട്രംപ് ഭരിച്ചാലും വേണ്ടേ? വേണം. അപ്പോൾ ട്രംപ് വെറുതെ ഇതെല്ലാം കൂടെ അങ്ങ് നിർത്തും എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. അങ്ങേർക്ക് ആവശ്യമില്ലാത്ത അങ്ങേര് നിർത്തും, അല്ലെങ്കിൽ ഇത് നിർത്തിയിട്ട് വേറൊന്ന് തുടങ്ങും. കാരണം ആയുധം വിൽക്കുക, അതാണ് അമേരിക്കയുടെ വരുമാനത്തിൻ്റെ ഒരു മേജർ പാർട്ട്. ഈ ഫാർമ, പിന്നെ ആംസ്, ഇതിൻ്റെയൊക്കെ ഡീലിങ്സാണ്. ഇതെല്ലാം ട്രംപ് നിർത്തി വയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ചാപ്പാട് കഴിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ട്രംപ് വരുമ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റിന് മൂക്ക് കയറിടും എന്നൊക്കെ പറയും. ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ചില ആക്ടിവിറ്റി പുള്ളി മൂക്ക് കയറിടും, ചില ആക്ടിവിറ്റിയിൽ പുള്ളി ഡീപ്പ് സ്റ്റേറ്റിന് മൂക്ക് കയറിടും. ഡീപ്പ് സ്റ്റേറ്റിനെ ഇല്ലാതാക്കാനൊന്നും ട്രംപിന് സാധ്യമല്ല. കാരണം ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബിസിനസ് സാമ്രാജ്യം കൂടെ ചേർന്നതാണ്. അവിടുത്തെ ആയുധ കച്ചവടക്കാർ, അവിടുത്തെ ഫാർമ ലോബി, മറ്റേ ഇത് വിമാന കമ്പനിക്കാർ, ഇവരൊക്കെ ചേർന്ന വലിയൊരു സംഘാതമാണ് ഈ ഡീപ്പ് സ്റ്റേറ്റ്. ഇപ്പോൾ ഡീപ്പ് സ്റ്റേറ്റിനെ പെട്ടെന്ന് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക തന്നെ ചിലപ്പോൾ തകർന്നു പോകും. കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും കുറേ അധികം പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഡീപ്പ് സ്റ്റേറ്റാണ്.
നമുക്കവർ വില്ലന്മാരാണ്, പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചോളം അവരത്ര വില്ലന്മാരൊന്നും അല്ല. നമുക്ക് അവസാനമായിട്ട് റഷ്യ ഈ സിറിയയെ സംരക്ഷിക്കാൻ എത്തും എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റും? എത്തിക്കഴിഞ്ഞല്ലോ. റഷ്യയാണിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിറിയയിലാണ് ആദ്യമായിട്ട് നോക്കൂ, മിസൈലില്ല, ഡ്രോണില്ല, കൺവെൻഷണൽ വാറാണ്. പട്ടാളം ടാങ്കും ഒക്കെ ആയിട്ട് വന്ന് അങ്ങനെ കീഴടക്കി വരികയാണ്. കരയുദ്ധമാണ് അല്ലേ? ഒരു 25 വർഷം മുമ്പത്തെ യുദ്ധമാണ് സിറിയയിൽ ഇപ്പോൾ നടക്കുന്നത്. വേറെ ആരും മിസൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക, ഡ്രോൺ അയക്കുക, അതൊന്നുമില്ല. എല്ലാം കരയിൽ തോക്കുകൊണ്ട് പട്ടാളക്കാർ നിലത്തിറങ്ങി വെടിവെച്ച് മര്യാദയ്ക്ക് കീഴടങ്ങാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എൻ്റെ പൊന്നിയേട്ടാന്നൊക്കെ പറഞ്ഞു കാലേ വീഴുന്നു. ശരി, ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾ പറയുന്ന പോലെ അവിടെ ഇവിടെ പിക്കറ്റിംഗ് ഒക്കെ ആളെ നിർത്തിയിട്ട് അടുത്ത ടൗണിലേക്ക് പോകുന്നു. ഇതാണ് അവിടെ നടക്കുന്ന യുദ്ധം. കാണാൻ രസമുള്ള യുദ്ധമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.